ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോയത് ആനമല ഹോം സ്റ്റേ ആണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല ഭാഗത്ത്, തിരുവില്ലാമല സെൻറ്ററിൽ തന്നെയാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. ഇവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, ഹോം സ്റ്റേ ഉണ്ട്. ഹോം സ്റ്റേ വന്നിട്ട് 2 ടൈപ്പാണുള്ളത് കേട്ടോ. നോർമൽ വണ്ണും ടെൻറ്റ് രൂപത്തിലുള്ള ഹോം സ്റ്റേ ഉണ്ട്. ഞങ്ങൾ പോയത് എക്സാം സീസൺ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. വെക്കേഷൻ സീസൺ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവിടെ പിന്നെ ഈ ഒരു നാച്ചുറൽ ബ്യൂട്ടിയാണ് കേട്ടോ ഇത് വന്നിട്ട്. അതായത് നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ പോയി സ്റ്റേ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേ ഒരു ഫീല് കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏകദേശം വിജയിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാമിൽ നിറയെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് മരങ്ങളുണ്ട്, മാവുണ്ട്, സപ്പോട്ടയുണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ ചക്കയുണ്ട്. അതേപോലെ വെജിറ്റേഷൻ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, ബീൻസ്, ബ്രിഞ്ചോൾ, പിന്നെ വെണ്ടയ്ക്ക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇത് ശരിക്കും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണിത്. അതായത് നമ്മുടെ ആ ഭാഗത്ത് ഇങ്ങനെയുള്ള ഒരു സൗകര്യം ആദ്യമായിട്ടാണ്. അത് ശരിക്കും നമുക്ക് നല്ല രീതിയിൽ യൂസ്ഫുള്ളായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പോയത്. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് കണ്ടിട്ട് പോയതാണ്. എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പോയപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. അതേപോലെ കുട്ടികൾക്കുള്ള ഈ പാർക്ക് ഓക്കെ എന്ന് പറയാം, കാരണം ചെറിയൊരു എമൗണ്ട് അവർ വാങ്ങുന്നുള്ളൂ. ഓക്കെ, സ്ലൈഡർ ഉണ്ട്, അതേപോലെ പിന്നെ ജമ്പ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട്, പിന്നെന്താണ് ചെറിയ രീതിയിലുള്ള ഒരു ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുണ്ട്. ഇത് സ്ലൈഡർ തന്നെ 1-2 ടൈപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ നോക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾക്കാരും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്, പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഇതാണ് ഈ ക്ലൈംബറൊക്കെയാണ് ഉള്ളത്. പിന്നെ ഈ പാർക്ക് വന്നിട്ട്, അതായത് ആക്ച്വലി ഇത് വന്നിട്ട് ഒരു കുടുംബത്തിൻ്റെ സ്ഥലമായിരുന്നു. ആ സ്ഥലം കുറച്ച് പേർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതിൽ ഒരാൾ മൊത്തം വാങ്ങിച്ചിട്ട് ആ സ്ഥലത്ത് റബ്ബർ പ്ലാന്റേഷൻ ആയിരുന്നു. ആ സ്ഥലത്ത് റബ്ബർ പ്ലാന്റേഷൻ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പാർക്ക് തുടങ്ങിയിരിക്കുന്നത്. ഇത് വാട്ടർ ബലൂണാണ് കേട്ടോ. ഉള്ളിൽ നമ്മൾ കയറി എന്നിട്ട് മാക്സിമം സ്പീഡിൽ നടക്കാൻ ശ്രമിക്കുമ്പോൾ അതങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് ചിലപ്പോൾ നമ്മൾ വീഴും കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. കുട്ടികളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് അവർ എൻജോയ് ചെയ്യും കേട്ടോ. കാരണം ഫൺ ആക്ടിവിറ്റീസും ഉണ്ട്. ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും കുറേ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ മക്കൾ 2 പേരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഇത് ബോട്ടിൽ പോകുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ സ്പീഡിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബാലൻസ് തെറ്റിയിട്ട് വീഴുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, രസമായിട്ടുണ്ട്, പുതിയൊരു അനുഭവം. ഇങ്ങനത്തെ ഈ ഒരു വാട്ടർ ബലൂൺ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മക്കൾ ആദ്യമായിട്ടാണ് കയറിയത്. പിന്നെ പേടിയുണ്ടാവില്ല നമുക്ക്. ഇത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഭാഗത്താണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്. വെറും 7 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പോയി എൻജോയ് ചെയ്യാനും പറ്റി. ഞങ്ങൾ വൈകിട്ടാണ് പോയത്, 4 മണിക്കാണ് പോയത്. പാർക്കിൽ 1 അവർ സ്പെൻഡ് ചെയ്തു. പിന്നെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് പോയത്. ഇത് ചെറിയൊരു ബോട്ടിംഗ് ആണ് കേട്ടോ. കൈ കൊണ്ട് മൂവ് ചെയ്ത് പോകുന്നതാണിത്. കൈ കൊണ്ട് ആ പെഡൽ നമുക്ക് തിരിക്കാം. ചെറിയൊരു വാട്ടർ സ്പോർട്ട് എന്ന് പറയാം. പിന്നെ സ്വിമ്മിംഗ് പൂള് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയാം. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഹെറിറ്റേജ് ഹോളുണ്ട്. ഇത് വന്നിട്ട് കുളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഷവർ എടുത്തിട്ടാണ് കയറേണ്ടത്. പിന്നെ ഫിഷ് സ്പാ ഇതൊക്കെ ഇവിടെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടോയ് ട്രെയിൻ ഉണ്ട്. ടോയ് അല്ല, അത് റൺ ചെയ്യുന്നതാണ്. റോഡ് മെയിൻ്റനൻസ് ചെയ്യുന്നതുകൊണ്ട് അതങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. അത്
പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇതും കുഴപ്പമില്ല, നല്ല സേഫ്റ്റിയോടെ തന്നെയാണ് അവർ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് രസമായിരുന്നു കേട്ടോ, ഇതും കുഴപ്പമില്ല. പക്ഷേ ഇതിൽ നമ്മൾ സ്ലൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കാൻ വേണം. കണ്ടോ, കംപ്ലീറ്റ് ഗ്രീനറീസാണ് കേട്ടോ, ഫുള്ളും മരങ്ങളാണ്. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ പോയി താമസിക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇത് സ്വിമ്മിംഗ് പൂൾ നേരത്തെ നമ്മൾ കാണിച്ചു തന്നെയാണ്. ഇത് ബ്യൂട്ടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുക, ലൈറ്റ് ഇട്ടതിന് ശേഷമുള്ള ഒരു ഭംഗിയാണ് കേട്ടോ. ലൈറ്റ് ഇട്ടതിന് ശേഷം ഒരു സ്പെഷ്യൽ ഭംഗിയാണ്. ഇത് ഗ്ലാസ് ഹൗസാണ്, കുപ്പി കൊണ്ട് ഉണ്ടാക്കിയൊരു റൂമാണ് കേട്ടോ. ഇതാണ് ശരിക്കുള്ള ബ്യൂട്ടി എന്ന് പറയുന്നത്. സ്വിമ്മിംഗ് പൂൾ നമ്മൾ മാക്സിമം 2 hours 30 minutes പറയാം, 2.5 മണിക്കൂറോളം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. കാരണം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ 1 hour അവർ പറയുന്നത്. ഞങ്ങൾ 2.5 മണിക്കൂറോളം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. കോച്ചും ഉണ്ടായിരുന്നു കേട്ടോ, സ്വിമ്മിങ് കോച്ച് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവർ ഓരോ ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നു സ്വിമ്മിങ് അറിയാത്ത കുട്ടികൾക്കൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യാൻ നോക്കുക, നല്ലൊരു അനുഭവമാണ്. ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വില ഏറിയതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അടുത്തൊരു വീഡിയോയിൽ കാണാം.